ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അവിടെ പറയുന്നു, ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ജഡത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, അവൻ മരിക്കും നിശ്ചയം. ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ ജഡത്തിൽ പ്രതികരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, അവൻ മരിക്കും. എന്നാൽ ആത്മാവിൽ സഞ്ചരിക്കുന്നവൻ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കും. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ജഡത്തിൽ വന്ന വിഷയത്തെ ആത്മാവിൽ പിടിച്ചടക്കാൻ കഴിയാതെ പരാജയപ്പെട്ടപ്പോൾ, ശിംശോന്റെ ജീവിതത്തിനകത്തും ജഡത്തിൽ വന്ന വിഷയത്തെ ദലീല ശിംശോനെ മടിയിൽ ഉറക്കാൻ തക്കവണ്ണം ജഡത്തിൽ തകർക്കപ്പെട്ടപ്പോൾ, അതിനെ ആത്മാവിൽ ആ ശരീരത്തെ പിടിച്ചടക്കി ജയിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയപ്പോൾ, പ്രിയരെ, ദാവീദും ശിംശോനും ഒക്കെ ഒരു ഭാഗത്ത് പരാജയപ്പെട്ടപ്പോൾ യേഹൂവിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ജഡത്തിൽ വന്ന പ്രവൃത്തിയെ ആത്മാവിൽ ശരീരത്തെ മരിപ്പിച്ച് ജയിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ദാവീദിന്റെ ലൈഫിൽ വന്നതുപോലെ, ശിംശോന്റെ ലൈഫിൽ വന്നതുപോലെ പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, മോഹം കൊണ്ടുവന്നേക്കാം. എന്നാൽ ഇവിടെ വചനം പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ, ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ ആത്മാവിൽ പിടിച്ചടക്കി ജയിക്കുവാൻ. അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ സഞ്ചരിച്ച് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മമണ്ഡലത്തിൽ ജയിച്ച് സഞ്ചരിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.